പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ഈ ഒരു ആധുനിക കാലത്ത് ഇപ്പോൾ നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റലായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിക്വിഡ് മണിയൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, അപ്പം ഏതൊരു വ്യക്തിയും ഷോപ്പിൽ വന്ന് ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് QR കോഡില്ല, സ്കാനിങ് ഇല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നോർമൽ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ പേടിഎമ്മിൻ്റെയൊക്കെ QR കോഡ് നമ്മളവിടെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളവിടെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഷോപ്പ് ഓണേഴ്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ്, ഫോൺ പേ ബിസിനസ്, ഗൂഗിൾ പേ ബിസിനസ്, അതുപോലെ തന്നെ പേടിഎം ബിസിനസ് തുടങ്ങിയ ഒരുപാട് ഓഫേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ തന്നെ നമ്മൾ മുമ്പ് ഗൂഗിൾ പേ ബിസിനസ് അതുപോലെ തന്നെ പേടിഎം ബിസിനസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോൺ പേയിൽ ഒരു ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ ഗൂഗിൾ പേയിൽ കൊടുക്കുന്ന രീതിയല്ല, കുറച്ചും കൂടിയും ഒരു സെക്യൂരിറ്റി ആണ് അതിന് ഈ ഒരു ഫോൺ പേ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലൈവായിട്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്ക്രീൻ കോഡ് വെച്ച് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ഇതുപോലെയുള്ള ഉപകാരമുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റാ ID നൽകുന്നുണ്ട്. സോ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും മെസ്സേജ് ചെയ്യാൻ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നത് 100 ലൈക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫോൺ പേ ബിസിനസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഇപ്പോൾ 4 കോടി ജനങ്ങളോളം ആളുകൾ ഈ ഫോൺ പേ മർച്ചൻ്റ് യൂസ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ബിസിനസ് ഡീറ്റെയിൽസ് ആണ്. സോ നിങ്ങളുടെ ബിസിനസ് നെയിം കൊടുക്കുക. അതിനുശേഷം സെലക്ട് കാറ്റഗറി, ഏതാണോ നിങ്ങളുടെ കാറ്റഗറി ആ കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാറ്റഗറി ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറി ഉണ്ടാവും. അതിൻ്റെ കീഴിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറി ആയിട്ടും വരുന്നുണ്ട്. സോ ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ട്രാവൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ കൊടുക്കാനാണ്. സോ നമ്മൾ എവിടെയാണ് നമ്മളുടെ കട ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു അഡ്രസ്സാണ് നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇനി അഡ്രസ്സ് എൻ്റർ ചെയ്ത് എടുക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് ലൊക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ ഒരു അവിടെ തന്നെ ലൊക്കേഷൻ ഓൾറെഡി അവിടെ വരുന്നതായിരിക്കും. പിന്നെയുള്ളത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആരും നിങ്ങളുടെ സ്റ്റോറിൻ്റെ നെയിമോട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊസീഡ് ടു ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജാണ്. കാരണം നമ്മളെ ആളുകൾ ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ QR കോഡ് വഴി സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലോട്ടാണോ ക്യാഷ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെർച്ച് ചെയ്യാനൊരു ഓപ്ഷനും കൂടി നൽകുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഫെഡറൽ ബാങ്ക് ആണ്, ഫെഡറൽ ബാങ്ക് കൊടുത്തിട്ട് അതിന് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെർമിഷൻസും കാര്യങ്ങളൊക്കെ അലോ ചെയ്യാൻ വരുന്നതായിരിക്കും. സോ ഏതാണ് സിം ആ സിം സെലക്ട് ചെയ്യുക. മീൻസ് നമ്മൾ ഗൂഗിൾ പേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെയാണുള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു 3 ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ 3-4 ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണോ എമൗണ്ട് വേണ്ടിയുള്ളത് ആ ഒരു എമൗണ്ട് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ അതായത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടായിരിക്കാം, IFSC കോഡ് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്ത് വെരിഫൈ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വെരിഫൈ ആവുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് 1 റുപ്പീസ് അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇമെയിൽ വന്നിട്ടുണ്ട്. സോ 4th സ്റ്റെപ്പ് നിങ്ങളുടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ ആണ്. സോ അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹാവ് എ പാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ IDയോ ആധാർ കാർഡോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഓക്കെ, അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പം നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും ഇവിടെ സബ്മിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ ആരുടെ ബാങ്ക് അക്കൗണ്ടാണോ അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് അവരുടെ പാൻ കാർഡ് തന്നെ കൊടുക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും KYC സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൻഡ് ഏജൻറ്റ് വിൽ വിസിറ്റ് യുവർ സ്റ്റോർ സൂൺ ടു ഹെൽപ്പ് യുവർ കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും. സോ ഈ നമ്മളെ ഒരു ഏജൻറ്റ് നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വരും എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. സോ എന്നാൽ അതിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവർ കോള് വരും. ഓക്കെ, അവർ കോള് ചെയ്തിട്ട് അവർ പറയും നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അവർ മിസ് കോൾ ചെയ്ത് കൊടുക്കുക. മിസ് കോൾ ചെയ്യുന്ന സമയത്ത് പിന്നീട് അവർ കോൾ ചെയ്യും. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടോ, ആ ഒരു OTP പറഞ്ഞു കൊടുക്കാൻ പറയും. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവായി കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫോൺ പേ ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നീടും അവർ നിങ്ങൾക്ക് കോളിങ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് QR കോഡ് അയക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ഒരുപാട് കോളുകൾ പിന്നെ വീണ്ടും വരാം. ഇതിൻ്റെ ഏജൻസി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വെറുതെ തുടങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അക്കൗണ്ട് ആക്ടിവേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.